ബിഗ് ബോസിൽ ലൈവ് കോംബോകൾ പുതുമയുള്ള കാര്യമല്ല. സ്ട്രാറ്റജിയുടെ ഭാഗമായും അല്ലാതെയും എല്ലാ സീസണുകളിലും അത്തരത്തിലുള്ള കോംബോ പിടിക്കുന്ന താരങ്ങളുണ്ട്. അതിന് പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയും ലഭിക്കാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കെതിരെ വ്യാപകമായ വിമർശനമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ഉയരുന്നത്. അതേസമയം ജാസ്മിന് ഇനിയും സമയം ബാക്കിയുണ്ടെന്നും ഗബ്രി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നുമാണ് ഉണ്ണികൃഷ്ണൻ എന്ന പ്രേക്ഷകൻ കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഈദ് സന്തോഷത്തിനിടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പറയാതെ വയ്യ എന്ന് തോന്നി. വിതച്ചതേ കൊയ്യാൻ പറ്റൂ. സങ്കടപ്പെട്ട എന്ത് കാര്യം. യൂട്യൂബിൽ വാപ്പ തള്ളിമറിച്ചത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്തായാലും ഈ ദുരവസ്ഥയിൽ സഹതാപമുണ്ട്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണ്. ഒരു ചെക്കൻ്റെ കൈയും കാലും പിടിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിച്ചതും ഉമ്മ വച്ചതും മാത്രമല്ല വിഷയം. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അതിൻ്റെ ശൈലി, പെരുമാറ്റം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇനിയും സ്വയം തിരുത്തി മാന്യമായി മുന്നോട്ട് പോകാൻ കഴിയും. താമസിച്ചിട്ടില്ല. അതിലേറ്റവും ആദ്യമായി പുതിയ കൂട്ടുകാരൻ്റെ അഥവാ അൾട്ടിമേറ്റ് കൂട്ടുകാരൻ എന്ന മകൾ വിശ്വസിക്കുന്ന ആ ഭൂലോക ഊള നയവഞ്ചകൻ, വളിച്ചൊടിക്കൽ നായകൻ, ഉഡായിപ്പിൻ്റെ ചെവിക്കല്ല് ചേർത്ത് ഒരൊറ്റ പടക്കം പൊട്ടിച്ചിട്ട് മേലാൽ ഏഴെഴുത്ത് വന്നേക്കരുതെന്ന് പറഞ്ഞാൽ ഈ കളിയാക്കിയവരെല്ലാം മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മകളെ സ്നേഹിക്കാൻ തുടങ്ങും എന്ന് കരുതുന്നു. അതല്ല, എന്നെ തല്ലേണ്ട വാപ്പ, ഞാൻ നന്നാവൂല എന്ന നിലയിൽ നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാട്ടുകാർ പൊറോട്ട പോലെ വലിച്ചു കീറും. ആരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഏടാകൂടത്തിൽ പോയി ചാടരുതായിരുന്നു. അവിടെ വേറെയും സ്ത്രീകളില്ലേ? അവർക്കാർക്കും ഈ ഒരു ദുരവസ്ഥ ഇല്ല എന്നുകൂടി ഓർക്കണം.